ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകളേക്കാൾ മനോഹരമായി, ഒരുപക്ഷേ കൃത്രിമ ബുദ്ധികളേക്കാൾ മനോഹരമായി സർഗാത്മകതയുള്ള മനുഷ്യഭാവനകൾക്ക് അതിരുകളില്ലാതെ പറന്നുയരാൻ കഴിയുമെന്ന് തെളിയിക്കുന്നവയാണ് മലയാളത്തിലെ നോവൽ സാഹിത്യത്തിൽ ഈയിടെയുണ്ടായ ചില പുതിയ തിളക്കങ്ങൾ. മരിച്ചുപോയ ചലച്ചിത്ര അഭിനേതാക്കളിൽ പലരെയും AI ഉപയോഗിച്ച് യാന്ത്രികമായിട്ട് പുനഃസൃഷ്ടിച്ചതിൻ്റെയൊക്കെ ചില കാഴ്ചകൾ മൊബൈൽ ഫോണിൽ വിരലോടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നനച്ചിരിക്കാതെ നമ്മുടെ മുന്നിലേക്കൊക്കെ വരാറുണ്ട്. പക്ഷേ പ്രശസ്ത കഥാകൃത്തും നോവലിസ്റ്റുമായ സലിൽ മാങ്കുഴിയുടെ രണ്ടാമത്തെ നോവലായ ആനന്ദലീല എന്ന പുസ്തകം കയ്യിലെടുക്കുമ്പോൾ മഹാകവി കുമാരനാശാനും മലയാളത്തിന് മറവിയില്ലാത്ത നടൻ പ്രേം നസീറും വീണ്ടും നമ്മുടെ മുന്നിൽ പച്ച മാംസത്തോടെയും തുടിക്കുന്ന ഹൃദയങ്ങളോടെയും പ്രണയനിർഭരമായ ആത്മാവുകളോടെയും ജീവിതം തുടരുന്ന കാഴ്ച അക്ഷരങ്ങളിലൂടെ കാണാൻ കഴിയും. കുമാരനാശാൻ്റെ ജീവിതം പറയുന്ന സിനിമ പ്രേം നസീറിനെ കഥാപാത്രമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന മദൻ ബാബു എന്ന ചെറുപ്പക്കാരനെ പിന്തുടരുന്ന സലിൽ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന നോവൽ അതുകൊണ്ട് തന്നെ മലയാള ഭാവനയുടെ തെളിമയുള്ള ഒരു കാലമാണ് ഇത് എന്ന് തെളിയിക്കുകയാണ്. ആനന്ദലീല എന്ന നോവലും രചയിതാവ് സലിൽ മാങ്കുഴിയുമാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സലിൽ മാങ്കുഴി ആനന്ദലീല എന്ന ഈ നോവൽ നിരവധി വായനക്കാരിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയും വായനക്കാരുടെ ഭാഗത്തു നിന്നും കുമാരനാശാനെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നും പ്രേം നസീറിനെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നും മലയാള സിനിമയിൽ എന്തെങ്കിലും ആകാൻ വേണ്ടി ആഗ്രഹിച്ച ജീവിതം മുഴുവൻ അതിൻ്റെ പേരിൽ ഹോമിച്ച് പരാജയപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇതൊന്നുമല്ലാത്ത യഥാർത്ഥ വായനക്കാരിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള അഭിനന്ദനങ്ങളും വിലയിരുത്തലുകളും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് താങ്കൾക്ക് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലീല എന്ന് പറയുന്നത് ആശാൻ്റെ കൃതികളിലൊന്നിൻ്റെ പേരാണ്. അപ്പോൾ കുമാരനാശാൻ്റെ ലീല എന്ന കാവ്യത്തെക്കുറിച്ചുള്ള ഒരു സൂചകം ആനന്ദലീല എന്ന താങ്കളുടെ നോവലിൻ്റെ ശീർഷകമായിട്ട് വരുമ്പോൾ തന്നെ ആ ശീർഷകം തന്നെ നമ്മളുടെ മനസ്സിനെ മതിക്കാൻ തുടങ്ങും. കാരണം കുമാരനാശാനെ സംബന്ധിച്ചിട്ട് ലീലയാകട്ടെ, കരുണയാകട്ടെ, മറ്റ് കാവ്യങ്ങളെല്ലാം ആകട്ടെ, അതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് പ്രണയത്തിലുപരിയായിട്ടുള്ള മാംസനിബദ്ധമല്ലാത്തൊരു രാഗത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ളവരുടെ സാമീപ്യം കൊണ്ട് അങ്ങനെ ആയിത്തീർന്ന ഒരു വ്യക്തിത്വമായിട്ട് കുമാരനാശാനെ കരുതപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ആനന്ദലീല എന്ന് പറയുമ്പോൾ അതിൽ ആനന്ദം പരമപ്രധാനമാവുന്നു. അതിനകത്ത് അനുരാഗത്തിൻ്റെതായ ലീല ഒളിച്ചിരിക്കുന്നുണ്ടോ? എന്താണ് ഈ പുസ്തകം? ഇതൊന്ന് വായിച്ചു നോക്കണമല്ലോ എന്നുള്ളൊരു പ്രാഥമിക പ്രേരണയും കൗതുകവും ഈ പുസ്തകം ഒന്നാമതായിട്ട് അതിൻ്റെ ശീർഷകവും അതിൻ്റെ മുഖചിത്രവും ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം കുമാരനാശാനെ അവതരിപ്പിക്കാൻ പ്രേം നസീർ എന്നുള്ള ഒരു താരതമ്യം അതിലേക്ക് വീണ്ടും ഒരു കൗതുകവും ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നോവൽ വായിക്കുന്നതിന് മുൻപേ തന്നെ വായിക്കേണ്ട ഒന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒന്ന് ഇതിവൃത്തമായിട്ട് വരുന്നത് താങ്കളുടെ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഭാവനയുടെ ഒരു ദീപ്തമായ സന്ദർഭത്തിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയായിരുന്നു ഈ നോവലിലേക്കുള്ള ആദ്യത്തെ സ്ഫുരണങ്ങൾ മനസ്സിലുണ്ടായത്? യഥാർത്ഥത്തില് കുമാരനാശാൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ എക്കാലത്തെയും വലിയ കവിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ മലയാളികളും കുട്ടിക്കാലം മുതൽ അടുത്ത് പരിചയിച്ചൊരു കവിയാണ് കുമാരനാശാൻ. ഒപ്പം തന്നെ പ്രേം നസീർ നമ്മളെയൊക്കെ എന്റെയൊക്കെ തലമുറയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നസീർ യുഗം അവസാനിക്കുന്ന സമയത്താണ് എൻ്റെ ഈ സ്കൂൾ കാലം എന്ന് പറയുന്നത്, കൊച്ചു ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ വളരെ കൊച്ചായിരിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ജയൻ മരിക്കുന്നത്. പക്ഷെ ഈ സിനിമാ നടന്മാരെന്നുള്ള നിലയിൽ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നു. പ്രത്യേകിച്ച് പ്രേം നസീർ എന്ന് പറയുന്ന എൻ്റെ ഈ സമീപ ദേശത്തുള്ള ഒരാളെന്നുള്ള നിലയിൽ നമുക്ക് നസീറിനെ കുറിച്ച് കുട്ടിക്കാലം മുതലേ പല കഥകളും കേട്ടിട്ടുണ്ട്. നസീർ വന്നിട്ടുള്ള വീടുകൾ എന്ന് പറഞ്ഞ് പല വീടുകളെയും കാണിച്ചിട്ടുണ്ട്. നസീറിന്റെ ബന്ധുവിന്റെ വീട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ രണ്ടു പേരും രണ്ടർത്ഥത്തിൽ ഈ തിരുവനന്തപുരത്തുള്ള ആളുകളുടെ ഒക്കെ ജീവിതത്തിലും മനസ്സിലും പ്രധാനമായിട്ടും ജീവിക്കുന്ന വലിയ രണ്ട് കലാകാരന്മാരാണ്. രണ്ടുപേരെ കുറിച്ചും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സഞ്ചരിക്കുന്ന സ്ഥലത്തൊക്കെ പ്രേം നസീറിന്റെ വീട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ പണ്ടേ കണ്ടിട്ടുണ്ട്. ആശാന്റെ വീടിന്റെ നടയിലൂടെ ഒരുപാട് തവണ കുട്ടിക്കാലത്ത് പോയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടിക്കാലത്ത് സഞ്ചരിക്കുന്ന വഴിയുടെ ഓരത്തിരിക്കുന്ന വീടിനെ ചൂണ്ടി ഒരു ചരിത്രം തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പറഞ്ഞു തരിക ചെയ്തു. അങ്ങനെ ആവാം ഈ രണ്ടുപേരോടും ഉണ്ടായിരുന്ന ഒരു ഇഷ്ടം കിടന്നു. അതായത് ആശാൻ മലയാളിയുടെ സാമൂഹിക ജീവിതത്തിൽ പ്രണയ
പ്രണയത്തിന് തുടക്കം കുറിച്ചത് യഥാർത്ഥത്തിൽ കുമാരനാശാനാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ആശാന് മുമ്പ് മലയാളിക്ക് പ്രണയമില്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നാം. പക്ഷേ ഈ മാംസനിബദ്ധമല്ലാത്ത അനുരാഗം എന്ന് പറയുന്ന ഒരു സങ്കല്പം, കോൺസെപ്റ്റ് മലയാളിക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്നതും മലയാള സാഹിത്യത്തിന് ആദ്യമായി പരിചയപ്പെടുത്തുന്നതും കുമാരനാശാൻ. അപ്പൊ ആ തരത്തിൽ ആശാൻ പ്രണയത്തിന്റെ മറ്റൊരു തലം ബോധ്യപ്പെടുത്തുകയാണ്. നമ്മുടെ ചരിത്രം അല്ലെങ്കിൽ സാഹിത്യമൊക്കെ പരിശോധിച്ചാൽ അറിയാം, ഈ മാംസത്തിൽ അധിഷ്ഠിതമായ പ്രണയത്തിന്റെ മഹാകാവ്യങ്ങൾ നിരവധിയുണ്ട്. മഹാകാവ്യത്തിൽ പറഞ്ഞതിനപ്പുറമുള്ള ജീവിതഗാഥകൾ നമുക്ക് നിരവധിയുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സ്ത്രീയും പുരുഷനും പരസ്പരം സ്പർശിക്കുക പോലും ചെയ്യാതെ, ഇഷ്ടം പരസ്പരം പറയുക പോലും ചെയ്യാതെ അഗാധമായ പ്രണയത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു വലിയ തലത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും. അത് വേശ്യാസ്ത്രീക്ക് സന്യാസിയോടുള്ള പ്രണയം ഉണ്ടാവും. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി തന്റെ പ്രണയനായകനെ അന്വേഷിച്ച് ഹിമാലയം വരെ സഞ്ചരിക്കാൻ ആ കാലഘട്ടത്തിൽ പ്രാപ്തി നേടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ കവിതയിൽ അത് അവതരിപ്പിക്കുന്നു എന്നൊക്കെ ഉണ്ട്. പക്ഷെ നസീറും, പലരും എന്നോട് ചോദിച്ച നസീറും ആശാനും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ, എങ്ങനെയാണ് ബന്ധിപ്പിക്കുന്നത് എന്നൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉത്തരം എന്ന് പറയുന്ന, ആശാൻ പ്രണയത്തിന്റെ സാഹിത്യത്തിൽ പ്രണയത്തിൽ ഉദ്ഘാടനം നിർവഹിച്ച ആളാണെങ്കിൽ അതിൽ നിന്ന് ചങ്ങമ്പുഴയിലെത്തുമ്പോൾ ആ ദീപശിഖ അദ്ദേഹം ഏറ്റുവാങ്ങുന്നു. ആ ദീപശിഖയാണ്, പ്രണയത്തിന്റെ ദീപശിഖയാണ് പ്രേം നസീർ എന്ന് പറയുന്ന നടൻ സുദീർഘമായ കാലഘട്ടത്തിൽ നിരവധിയായ ചിത്രങ്ങളിലൂടെ മലയാളികളെ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രണയം പഠിപ്പിച്ചത്. പ്രേം നസീറിനെ പോലെ പ്രണയമായി മാറിയ മറ്റൊരു നടൻ നമുക്കില്ലല്ലോ. കാരണം അങ്ങനെ അഗാധമായ പ്രണയത്തിന്റെ ആൾരൂപമായി മാറിയ മറ്റൊരാളാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്നത്. അപ്പൊ അവര് തമ്മിലുണ്ടായിട്ടുള്ള അന്തർധാര എന്ന് പറയുന്നത്, രണ്ടുപേര് ജനുവരി 16 മരിച്ചു എന്നൊക്കെയുള്ള ചില സമാനമായ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ചില കാര്യമൊക്കെ ഉണ്ട്. രണ്ടുപേരും അടുത്തടുത്ത സ്ഥലങ്ങളിലാണ് ജീവിച്ചത് അല്ലെങ്കിൽ ജനിച്ചത്. രണ്ടുപേർക്കും ഈ അവരുടെ കലാ പ്രകടനം എന്ന് പറയുന്നതിന്റെ അടിത്തറ പണിതിരിക്കുന്നത് മനുഷ്യബന്ധത്തിന്റെയും അതിനേക്കാൾ ഉപരി പ്രണയത്തിന്റെയും തറയിലാണ്, നിലത്താണ് എന്നൊക്കെ പറഞ്ഞ് അവരെ പൊരുത്തപ്പെടുത്താനും സാധിക്കും. അതുകൊണ്ടാണ് ഈ രണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് മനുഷ്യരെ ഒന്നിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി പ്രണയം എന്ന ഒരു വലിയ മനുഷ്യന്റെ എല്ലാ കാലത്തെയും വലിയ വികാരമായ, യഥാർത്ഥത്തിൽ ആ ലോകത്തുള്ള ഏറ്റവും പവിത്രമെന്നോ ഉദാത്തമെന്നോ പറയാൻ കഴിയുന്ന ബന്ധം സ്ത്രീ പുരുഷ ബന്ധമാണ്. ആ സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഏറ്റവും ഉയർന്ന തലമാണ് പ്രണയബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ആ തലത്തിൽ തന്നെയാണ് പ്രണയത്തെ ഈ നോവൽ അഡ്രസ് ചെയ്യുന്നത്. ഒപ്പം നമ്മുടെയൊക്കെ പ്രണയം എന്ന് പറയുന്നത് ഒരു മനുഷ്യരോട് മാത്രമല്ലല്ലോ, സിനിമയെ പ്രണയിച്ച ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. ആ പ്രണയത്തിന്റെ പേരിൽ സകലതും നഷ്ടപ്പെടേണ്ടി വന്ന കുറെ മനുഷ്യർ നമുക്കുണ്ടായിരുന്നു. ഒരു വലിയ അഗ്നിയിലേക്ക് ഈയാമ്പാറ്റകളെ പോലെ പറന്നെടുക്കുകയും ഇല്ലാതായി പോവുകയും ചെയ്ത കുറേ സിനിമാ പ്രേമികളുടെ ഒരു ചരിത്രം നമുക്ക് 80കളുടെ ഒരു ചരിത്രമായി അടയാളപ്പെടുത്താൻ കഴിയും. കാരണം ആ കലയോട് മറ്റൊരു കലാരൂപത്തോട് ഇത്രയും അഭിനിവേശം ഒരു മനുഷ്യനും കാണിക്കില്ല. സിനിമയ്ക്ക് അങ്ങനെയുണ്ട്. സിനിമയോട് അഗാധമായ അഭിനിവേശം, മറ്റൊരു കലാരൂപത്തിനോട് ഇത്രയും അഭിനിവേശം മറ്റൊരാൾ കാണിക്കുന്നത്. അപ്പൊ ഈ അഭിനിവേശം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ചേർത്ത്, പ്രണയത്തിനോടൊപ്പം അഭിനിവേശം, പ്രണയവും പ്രേമവും അഗാധമായി തീരുമ്പോൾ ഉണ്ടാകുന്ന വിപത്തോ ആപത്തോ, ആ ആപത്തിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുന്ന, ആ പ്രണയം ഉണ്ടാക്കുന്ന ആപത്തിന്റെ ദ്യുതി എന്ന് പറയാം, ദീപ്തി എന്ന് പറയാം, ചാരുത എന്ന് പറയാം, അതിനെയാണ് ഈ നോവൽ അഡ്രസ് ചെയ്യുന്നത്. മലയാളത്തിൻ്റെ പ്രണയ പാരമ്പര്യം, കാൽപ്പനിക പാരമ്പര്യം, ആത്മീയതയുടെ പാരമ്പര്യം, ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് വരുന്നുമുണ്ട് ഈ നോവൽ. അതുകൊണ്ട് പ്രണയപരവശേ ശുഭം നിനക്ക് ഉണരുക ഉണ്ടൊരു ദിക്കിൽ നിൻ പ്രിയൻ എന്ന് കുമാരനാശാൻ അതിലെ പ്രധാനപ്പെട്ട നായിക കഥാപാത്രത്തിൻ്റെ അടുത്ത് ചെന്ന് തോഴിയെ കൊണ്ട് പറയിപ്പിക്കുന്ന വാക്കുകൾ, അത് മാംസനിബദ്ധമല്ലാത്ത രാഗത്തിന് വേണ്ടിയാണ് പറയുന്നതെങ്കിലും ആ വാക്ക് എല്ലാ കാലത്തിൻ്റെയും പ്രണയത്തിൻ്റെ പ്രതീക്ഷയുടെ വാക്കുകളായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം എഴുത്തിൻ്റെ വേളയിൽ ഏതൊക്കെ രീതിയിൽ സലീം മാങ്കുഴിയെ മതിക്കുകയുണ്ടായി?
തീർച്ചയായും ആശാന്റെ കവിതകളുടെ ഒരു പൊതു സ്വഭാവം, ഇപ്പൊ പ്രത്യേകിച്ച് ലീലയുടെ ഒരു പൊതു സ്വഭാവം എന്നൊക്കെ പറയുന്നത്, അതിന്റെ ഒരു ഇതിവൃത്തവും ആത്മാവും എന്നൊക്കെ പറയുന്നതിന്റെ ഒരു അന്തസത്തയാണ് ആനന്ദ ലീല എന്ന് പറയുന്ന നോവൽ സൂക്ഷ്മമായി വായിച്ചാൽ ഒരാളിന് മനസ്സിലാവുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആനന്ദലീല എന്ന നോവലിൽ നിന്ന് നോവലിസ്റ്റ് തന്നെ വായനക്കാർക്കും പ്രേക്ഷകർക്കും വേണ്ടി ആ നോവലിലെ ചില ഭാഗങ്ങൾ വായിക്കുന്ന ഘട്ടമാണ് ഇനി. രണ്ടുപേർ തമ്മിൽ ഇഷ്ടത്തിലാവുന്നതും ഒരാളിന്റെ അഭാവം മറ്റൊരാളെ അസ്വസ്ഥപ്പെടുത്തുന്നതും എങ്ങനെയാണെന്ന് വ്യാഖ്യാനിക്കാനാകില്ല. വിശദീകരണങ്ങൾക്ക് വഴങ്ങാത്തതാണ് പ്രണയത്തിന്റെ ആത്മകഥ. എല്ലാ ചിട്ടവട്ടങ്ങളെയും ഉല്ലംഘിച്ച് സ്വതന്ത്രമായി വളർന്ന് പരിലസിക്കുന്ന പ്രണയത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടാൽ യുക്തിബോധം ഇല്ലാതാകും. ഒരേ സമയം ആനന്ദിപ്പിക്കുകയും ആകുലപ്പെടുത്തുകയും ചെയ്യുന്ന പ്രണയം ഒരാളെ അമർത്തിച്ചുംബിച്ചാൽ ആ നിമിഷം അയാൾക്ക് ഒരു പുതിയ പ്രപഞ്ചം സമ്മാനമായി ലഭിക്കും. ഈ ലോകത്തിന്റെ നീതിയും നിയമവും യുക്തിയും ഒന്നുമല്ല ആ പ്രപഞ്ചത്തിൽ. അറിവും ലോകപരിചയവും മാത്രമല്ല, ജീവിതത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും പൊരുളറിയാൻ 2 ദശാബ്ദക്കാലം അലഞ്ഞ കുമാരനാശാൻ എങ്ങനെയാണ് ലോകം കണ്ടിട്ടില്ലാത്ത കേവലം 17 വയസ്സ് തികയാത്ത ഒരു ബാലികയിൽ ആകൃഷ്ടനായത്? അവളുടെ മൗനത്തിൽ മനം നൊന്ത് ലോകം തന്നെ ശൂന്യമായി തോന്നുന്നുവെന്ന് ചിന്തിച്ചത്. 45 വർഷത്തോളം ആർജിച്ച അറിവും പാകതയും 17 തികയാത്തവളോടുള്ള ഇഷ്ടത്താൽ നിഷ്പ്രഭമായതല്ല. പ്രണയം അങ്ങനെയാണ്. ഈ ലോകത്തിന്റെ നീതി കൊണ്ട് അതിനെ അളക്കാനും തിട്ടപ്പെടുത്താനുമാകില്ല. സലീൽ മാധുരി, ഈ നോവലിൽ മഹാകവി കുമാരനാശാന്റെയും അതേപോലെ തന്നെ ഭാനുമതി അമ്മയുടെയും ഒക്കെ പ്രണയത്തിൻ്റെയും പ്രണയനഷ്ടത്തിൻ്റെയും ഒക്കെ ഉള്ളറകൾ തെളിഞ്ഞ് വരുന്നുണ്ട്. ഒപ്പം തന്നെ ആശാന്റെ എഴുത്തിലെയും ജീവിതത്തിലെയും പ്രേമങ്ങൾ ഇതിൽ വരുന്നു. അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് പ്രണയത്തെ നേരിട്ടത്, പ്രണയത്തെ അഭിസംബോധന ചെയ്തത്? അതിൽ ഒരു ഭാഗത്ത് ശ്രീനാരായണ ഗുരു അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച കേരളത്തിൽ സംഭവിക്കാനിരിക്കുന്ന സാമൂഹ്യ നവോത്ഥാനത്തിന് പ്രേരകമാവുന്ന രീതിയിൽ, അതിന് ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രബോധനാത്മകമായിരിക്കെ തന്നെ സർഗാത്മകമായിരിക്കേണ്ട എഴുത്തിനെക്കുറിച്ചുള്ള ബോധ്യം ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് ഈ പറഞ്ഞ പ്രണയവുമുണ്ട്. ഇത് തമ്മിലുള്ളൊരു സംഘർഷത്തിൻ്റെ ഘട്ടങ്ങളെ ഒക്കെ ഈ നോവലിലൂടെ സമീപിച്ചു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ആശാന്റെ പ്രണയം അതീവ സംഘർഷഭരിതമായിരുന്നു. ആ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഏകദേശം 27-28 വയസ്സിന്റെ വ്യത്യാസമുള്ള 17 വയസ്സുള്ള ഒരു ബാലികയാണ് 47 വയസ്സിൽ ആശാൻ പ്രണയിക്കുന്നത്. ആ ഏകദേശം 28 വയസ്സിന്റെ 28ഓളം വയസ്സിന്റെ ഇളപ്പമുള്ള പെൺകുട്ടിയെ പ്രണയിക്കേണ്ടി വന്ന അന്നത്തെ ഏറ്റവും വലിയ നേതാവ്, സാമൂഹിക നേതാവ്, സാമുദായിക നേതാവ്, അതിനേക്കാൾ ഉപരി മഹാകവി. അതിനപ്പുറം ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായിരുന്ന ആള്, അദ്വൈതത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച ആള് പ്രണയത്തിൽ അകപ്പെടുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ സംഘർഷം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ അധികം നമ്മുടെ സാഹിത്യത്തിലോ ചരിത്രത്തിലോ വന്നിട്ടില്ലാത്ത ഒന്നാണ് ഭാനുമതി അമ്മയുടെ വ്യക്തി ജീവിതവും ചിന്തകളും നിലപാടുകളും എന്നുള്ളത്. ഭാനുമതി അമ്മ എന്ന് പറയുന്ന അസാധാരണയായ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. കാര്യം ആശാനെ പോലെയുള്ള ഒരു വലിയ മനുഷ്യന് പെട്ടെന്ന് തോന്നാൻ പറ്റുന്ന തരത്തിലൊന്നല്ല പ്രണയം. കാര്യം അങ്ങനെ പ്രണയത്തിന്റെ വലയിൽ പെട്ടുപോകുന്ന ഒരാളല്ല ആശാൻ. ആശാൻ അത്രയും അറിവും ലോകപരിചയവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെ സംസ്കൃതം ഉൾപ്പെടെ മലയാളം ഉൾപ്പെടെ പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരാളിന് അങ്ങനെ പെട്ടെന്നൊരു പ്രണയത്തിലേക്ക് എടുത്തു ചാടാൻ സാധിക്കില്ല. അപ്പൊ ആശാനെ പോലെ ഒരാളിനെ സ്പർശിക്കുന്ന തരത്തിലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഭാനുമതി അമ്മ. അപ്പൊ അവരുടെ ഒരു നിലപാടാണ് ഒരു അർത്ഥത്തിൽ ആശാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ പ്രണയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത് ജീവിതത്തിൽ. എന്നാൽ ആശാൻ അദ്ദേഹത്തിന്റെ കവിതകളിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രണയം അത് ഒരു ഭൂമിയിലില്ലാത്ത തരത്തിലുമുള്ള പ്രണയത്തെ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ്. നൂതനമായ പ്രണയ സങ്കല്പങ്ങളെ കാവ്യത്തിൽ അവതരിപ്പിക്കുന്ന ഒരു മഹാകവി അത്തരത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്നാൽ അതിശയകരമായ ഒരു പ്രണയത്തിന്റെ ചുഴിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്, മാനസിക സംഘർഷമുണ്ട്.
ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കാൻ അനുഭവിച്ച ഒരു വലിയ സമ്മർദ്ദമുണ്ട്. ഇതെല്ലാമാണ് അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ആശാനെ പ്രണയിച്ച ആളുകളുണ്ട്. ആശാൻ ഇത്തരം പ്രണയത്തിൽ വീഴുമ്പോൾ തന്നെ ആശാനെ അഗാധമായി ആരാധിക്കുകയും പ്രണയിക്കുകയും ചെയ്ത ഒരു കഥാപാത്രം ഇതിനകത്ത് ഒരു ദുഃഖബിന്ദുവിനെ പോലെ നിരന്തരമായി ജീവിതത്തിൽ ആശാനെ പിന്തുടർന്ന രാധാമണി എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അത് സാങ്കല്പിക കഥാപാത്രമാണെങ്കിലും ആ കാലഘട്ടത്തിന്റെ ഒരു യാഥാർത്ഥ്യ അതിനകത്തുണ്ട്. അതൊരു വസ്തുത കൂടിയായിട്ട് തന്നെ ഒരു സാങ്കല്പിക കഥാപാത്രം അത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥാപാത്രമാണ് എന്നുള്ളത് കൂടി അടയാളപ്പെടുത്തുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പൊ പ്രണയത്തിന്റെ സമ്മിശ്രമായ സംഘർഷങ്ങൾ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ മദൻ ബാബുവും സമാനമായ മറ്റൊരു പ്രണയ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അയാൾക്ക് രണ്ടു തരം പ്രണയമാണ് ജീവിതത്തിലുള്ളത്. ഒന്ന് അയാളുടെ കാമുകിയായ കുട്ടിക്കാലം മുതലേ പരിചയമുള്ളൊരു പെൺകുട്ടിയുമായുള്ള ബന്ധം. രണ്ടാമത്തെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അഗാധമായ സിനിമയോടുള്ളൊരു ബന്ധം, പ്രണയം. ഈ രണ്ട് തരത്തിൽ സങ്കലിതമാകുന്ന പ്രണയത്തെ കൈകാര്യം ചെയ്യുന്ന നായക കഥാപാത്രം എന്നുള്ള നിലയിലും അദ്ദേഹം അതിനകത്തുണ്ട്. അപ്പൊ അതങ്ങനെയാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു നോവൽ എഴുതുമ്പോൾ സലിൽ മാങ്കുഴിയെ സംബന്ധിച്ചിട്ട് മനസ്സിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളത് എന്ന് ഞാൻ കരുതുന്ന ചില സംഘർഷങ്ങൾ, കുമാരനാശാനാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ആശാനെക്കുറിച്ചുള്ള നിലപാടുകൾ, ആശാനെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള നിലപാടുകൾ, ആശാനെ ആരാധിക്കുകയും ആശാനെ ബഹുമാനിക്കുകയും ചെയ്യുന്നവർ ഒരു ഭാഗത്ത്, ആശാന്റെ കൃതികളെ പഠിക്കുകയും ആ കൃതികൾക്കകത്തുള്ള ആന്തരിക ശോഭ എന്താണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുള്ള വലിയ ചരിത്രകാരന്മാരും സാഹിത്യ നിരൂപകന്മാരും ഒരു ഭാഗത്ത് നിൽക്കെ, ആശാനെക്കുറിച്ച് പറയുന്ന ഓരോ വാക്കും അപകടകരമായി നമ്മെ തന്നെ തിരിഞ്ഞു കൊത്താൻ സാധ്യതയുണ്ടോ ഒരു കഥാപാത്രമാക്കി മാറ്റുമ്പോൾ എന്നുള്ള ഭയം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഒരു നോവലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് പലതരത്തിലുള്ള പ്രതലങ്ങൾ ഇതിനു വേണ്ടി താങ്കൾ ഉപയോഗിക്കുന്നു. സമകാലികതയിലേക്ക് കൊണ്ടുവരുന്നു, ഇതിനെ സിനിമയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് പോകുന്നു, കോടമ്പാക്കം വരുന്നു, സിനിമയുമായി ബന്ധപ്പെട്ട ഉയർച്ച താഴ്ചകൾ, പ്രതീക്ഷകൾ, താരമെന്ന വാക്ക്, അത് എത്രത്തോളം നിഷ്പ്രഭമായിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നവർ കരിഞ്ഞു വീഴുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. മറുഭാഗത്ത് പ്രേം നസീർ ഇക്കാലം അത്രയും മലയാള സിനിമയിൽ പ്രണയത്തെക്കുറിച്ച് എത്രത്തോളം ഉപരിതല സ്പർശിയായിട്ടുള്ള വേഷങ്ങൾ അവതരിപ്പിച്ചുവോ ആ വ്യക്തി കുമാരനാശനിലേക്ക് ലയിക്കുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റത്തെക്കുറിച്ചുള്ള ദാർശനിക മാനങ്ങൾ ഇതിൽ കൊണ്ടുവരികയും ചെയ്യുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതലങ്ങളെ ഒരേ സമയത്ത് എഴുത്തിൻ്റെ വേളയിൽ എങ്ങനെയാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞത്? അത് ബനേഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഭയമുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കരുതലോടുകൂടി സമീപിച്ചത്, കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനെ കഥാപാത്രമാക്കുമ്പോൾ സൂക്ഷിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒരു വരി അങ്ങോട്ടോ ഒരു വരി ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഞാൻ കോൺഷ്യസ് ആയിരുന്നു. ആശാന്റെ മഹത്വത്തെ, കാവ്യപ്രതിഭയെ, സാമൂഹിക സ്ഥാനത്തെ, പാണ്ഡിത്യത്തെ, പ്രതിഭ, അങ്ങനെ എല്ലാ കാര്യത്തെയും നമ്മൾ അങ്ങേയറ്റം ആദരവോടുകൂടി കാണുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ സമീപിച്ചത്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ഒരു കവിയായ മനുഷ്യൻ, പണ്ഡിതനായ മനുഷ്യൻ, സമൂഹത്തിൽ ഒരുപാട് ഉയരെ നിൽക്കുന്ന അംഗീകാരമുള്ള ഒരു മനുഷ്യന്റെ പ്രണയം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചിന്ത, അത് പ്രണയം പറയുമ്പോൾ നമുക്ക് അതിന്റെ കയ്യൊതുക്കം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. അത് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. എത്രത്തോളം എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വയ്യ. പിന്നെ മറ്റൊന്ന്, ശ്രീനാരായണ ഗുരു കഥാപാത്രമാകുന്ന നോവലാണ്. ഗുരുവിനെ അവതരിപ്പിക്കുമ്പോൾ, ഗുരുവിന്റെ സംഭാഷണം എഴുതുമ്പോൾ, ഗുരുവിന്റെ പശ്ചാത്തലം ഒരുക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ കരുതേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒരു കാലഘട്ടത്തെ കൂടി പുനഃസൃഷ്ടിക്കുകയാണ്. ഒരു വലിയ മഹാനായ മനുഷ്യനെ നമ്മൾ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ ഒരുപാട് കരുതലുകൾ ആവശ്യമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഉണ്ടല്ലോ, രണ്ട് പ്രതിഭകളെ കൂട്ടിക്കെട്ടുക എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ച പശ്ചാത്തല നിർമ്മിതി, കാലഘട്ട നിർമ്മിതി, അതിൻ്റെ പുനരാവിഷ്കാരം. ആദ്യത്തെ നോവലായിട്ടുള്ള എതിർവ, അത് തിരുവനന്തപുരം അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. എതിർവായുടെ നോവൽ രചനാവേളയിലെ ചരിത്രത്തിൻ്റെ പുനരാവിഷ്കാര ശ്രമങ്ങൾ, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ എല്ലാം ഒരർത്ഥത്തിൽ ആനന്ദലീലയിൽ കുമാരനാശാന്റെ കാലഘട്ടത്തെ ആവിഷ്കരിക്കാനുള്ള പ്രേരകങ്ങളും സഹായക വസ്തുക്കളുമായി മാറിയോ?
അങ്ങനെ പറയാൻ പറ്റില്ല. അത് രണ്ടും തികച്ചും വ്യത്യസ്തമായ 2 വിഷയവും 2 സമീപനമാണ്. മറ്റത് ഈ എതിർവാ എന്ന് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് പഠനമാണ് കൂടുതൽ നടത്തേണ്ടിയിരുന്നത്. അത് ആ ഒരു നോവലിന്റെ ആ വിഷയത്തിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ പഠനമാണ് ആദ്യം നടത്തിയത്. അതിനേക്കാൾ ഉപരി നമ്മൾ ഈ വില്ലനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മനോവസ്ഥ ഉണ്ടല്ലോ. വില്ലനായി എല്ലാവരും കരുതുന്ന ഒരാളിനെ വില്ലന്മാരെ നായകനാക്കാനുള്ള ഒരു ചോദനയുണ്ട്. 2, ചരിത്രത്തെ വസ്തുതാപരമായി സമകാലികത്തിലിരുന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് അന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന കാലത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്ന പലതിനെയും ചോദ്യം ചെയ്യാൻ പറ്റും. അത് തിരുവിതാംകൂർ ചരിത്രം പ്രത്യേകിച്ച് ഇപ്പൊ വായിച്ച് നോക്കുന്ന ഒരാളിന് പലതും ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്തതാണ് ചരിത്രത്തിൽ ഒരുപാട് നിറയെ ഉള്ളത്. അപ്പൊ അത് ഞാന് ആ തരത്തിലാണ് അത് സമീപിച്ചത്. പക്ഷെ ഇതെന്ന് പറയുന്ന ആശാനെ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു ഉൾപ്പെടെയുള്ള ഡോക്ടർ പൽപ്പുണ്ട്, പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിനകത്ത് ഋത്തിക് ഘട്ടൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആസാദ് എന്ന് പറയുന്ന മലയാളത്തിലെ ഒരു പ്രമുഖനായ സംവിധായകൻ 2 സിനിമ മാത്രം ചെയ്തതിന് ശേഷം ജീവിതം ഒടുക്കിക്കളഞ്ഞൊരു വലിയ പ്രതിഭ. പിന്നെ നിരവധി ദസ്തോവ്സ്കി ഇതിനകത്ത് വരുന്നുണ്ട്. ഡോൺ കിക്സോട്ട് എന്ന് പറയുന്ന നോവലിന്റെ നോവൽ പ്രതിപാദ്യമായി വരുന്നുണ്ട്. സിനിമകൾ നിരവധി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വേറൊരു തരത്തിലാണ്. ഇത് കുറച്ചുകൂടി മറ്റതിനെ പോലെ ഉറക്കമഴിഞ്ഞിരുന്ന് പഠിക്കുകയല്ല, കണ്ണടച്ചിരുന്ന് കിനാവ് കാണുന്ന രീതിയാണ് ഇത് എഴുതാനായിട്ട് കൂടുതൽ എനിക്ക് വേണ്ടി വന്നത്. പിന്നെ ആശാൻ കവിതകളെ കുറിച്ചൊക്കെ ഉള്ളൊരു പഠനവും അതിന്റെ സ്വഭാവം മനസ്സിലാക്കാനുള്ള പരിശ്രമവും ഒക്കെ നടത്തിയെങ്കിലും ഇതിനകത്ത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഇറങ്ങി നമ്മളിലേക്ക് ഇറങ്ങാനൊക്കെ ഉള്ളൊരു പരിശ്രമമാണ് നടത്തിയിട്ടുള്ളത്. മറ്റത് ചരിത്രത്തിലേക്ക് അന്വേഷിച്ചു പോകുന്ന ഒരാളായിരുന്നു എതിർവ എഴുതുമ്പോൾ. ഇത് നമ്മളിലേക്ക്, പ്രണയത്തിലേക്ക്, മനസ്സിലേക്ക്, ഉള്ളിലേക്ക് കടന്ന് ഇരുന്നു കൊണ്ട് ഉള്ളൊരു രചനാ രീതിയാണ് ഞാൻ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിച്ചത്. സലിൻ മാങ്കുഴി സിനിമയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, തിരക്കഥകൾ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നോവലിൽ കുമാരനാശാൻ്റെ കഥാപാത്രത്തെ പ്രേം നസീറിലേക്ക് ആരോപിക്കുകയോ അധ്യാരോപിക്കുകയോ ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന ഭാവനയുടെ ആ സ്വാതന്ത്ര്യം എടുത്ത സമയത്ത് ഏതൊക്കെ തരത്തിൽ പ്രേം നസീറിന് കുമാരനാശാനായിട്ട് മാറാൻ കഴിയും, മുഖഭാവം കൊണ്ട്, കണ്ണുകളുടെ നോട്ടം കൊണ്ട് ഒക്കെ എന്നൊക്കെ വിചാരപ്പെട്ടിരുന്നോ? അത് ഏതൊക്കെ രീതിയിലാണ് ആ സമയത്ത് താങ്കൾ ആലോചിച്ചിട്ടുള്ളത്? അത് കൗതുകകരമാണ്. യഥാർത്ഥത്തില് ആ നോവലിൽ തന്നെ ഒരിടത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, ഈ ആശാനാകാൻ ഏറ്റവും യോജിച്ചത് സത്യമാഷായിരുന്നു എന്ന്. പക്ഷേ ആശാന്റെ കണ്ണുകളും ആശാന്റെ ഭാവവും നസീറിന്റെ കണ്ണുകളും നസീറിന്റെ ഭാവവും ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു നിഗൂഢമായ പ്രണയത്തിന്റെ ആനന്ദം എവിടെയോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. 2, രൂപമല്ലല്ലോ, ഭാവമല്ലേ പ്രധാനം. ആന്തരിക തലമാണല്ലോ പ്രധാനം. ആന്തരിക ലോകമാണ്. ആശാന്റെ ആന്തരിക ലോകത്തെ സിനിമയാക്കാൻ ശ്രമിക്കുന്ന ചെറുപ്പക്കാരന്റെ കഥയാണ്. അതിന് അദ്ദേഹത്തിന് പ്രേം നസീറിനെയാണ് കണ്ടെത്താൻ സാധിച്ചത്. അദ്ദേഹത്തിന് പ്രേം നസീറിനോട് അഗാധമായ ഇഷ്ടം തോന്നാനുള്ള കാരണം തലമുറകൾക്ക് മുമ്പ് ആരംഭിച്ചതാണെന്ന് നമ്മൾ നോവലിൽ പറയും. ഒരാൾക്ക് മറ്റൊരാളിലേക്ക് സഞ്ചരിച്ചെത്തുന്നതിന് ചില നാഴികക്കല്ലുകൾ എന്ന് പറയുന്നത് വേണം. അത് മദൻ ബാബു എന്ന കഥാപാത്രം അങ്ങനെ വന്നതാണ്. മദനൻ എന്ന് പറയുന്ന പേര് പോലും ആശാന്റെ നായകന്റെ പേരാണ്. അത് ആശാന്റെ ആരാധകനായ ഈ കഥാപാത്രത്തിന്റെ പിതാവ് നൽകിയ പേരാണ്. ആ പേര് നൽകുമ്പോൾ തന്നെ അതിനൊരു പരിഷ്കരണം സ്കൂളിൽ അധ്യാപകൻ നടത്തി. അതൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിനെ മദൻ ബാബു എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് പേരിലേക്ക് പരിവർത്തനപ്പെടുത്തിയത് അധ്യാപകനാണ്, ഗുരുവാണ്, അക്ഷരം പഠിപ്പിച്ചു കൊടുത്ത ആളാണ് അയാൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു റൂട്ട് അന്നേ തെളിഞ്ഞിരുന്നു. പക്ഷെ അയാൾ വിചാരിച്ചെടുത്ത് എത്താൻ പറ്റില്ല. പ്രേം നസീർ തന്നെ ഏറ്റവും അവസാന കാലത്ത് മരണാനന്തരം നസീറിനെ കാണുന്ന ഈ മദൻ ബാബു അദ്ദേഹം പറയുന്ന, പ്രേം നസീർ തന്നെ പറയുന്ന, ഇതിന്റെ ആമുഖത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഒരു 2 വരിയുണ്ട്. നിഴൽ സത്യമാണെന്ന് കുഞ്ഞിന് തോന്നാം, അതുപോലെ പ്രപഞ്ചവും സത്യമാണെന്ന് നമുക്ക് തോന്നാം എന്ന് പറയുന്ന ഒരു
ഒരു വാചകമാണ് ആമുഖത്തിൽ കൊടുത്തിരിക്കുന്നത്. അത് ശരി തന്നെയാണ്. നിഴൽ സത്യമാണെന്ന് കുഞ്ഞിന് തോന്നാം, അതുപോലെ പ്രപഞ്ചവും സത്യമാണെന്ന് നമുക്ക് തോന്നാം എന്ന് പറയുന്നതിന് സമാനമായ ഒരു വാചകം പ്രേം നസീർ ശാർക്കര ക്ഷേത്രത്തിന്റെ പറമ്പിൽ രാത്രി ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് കിടന്ന സമയത്ത് അരികിലിരുന്ന മദൻ ബാബുവിനോട് പറയും. ഈ പറച്ചിൽ ഇനിയും സലീം മാങ്കുഴി ഈ നോവലിന്റെ ഉള്ളടക്കങ്ങളിലേക്ക് പോയാൽ ഒരു നോവലിസ്റ്റ് സ്വയം അറിയാതെ ആ നോവലിന്റെ ആന്തരിക സൗന്ദര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായും വ്യക്തമാക്കിയാൽ പിന്നെ അതിൻ്റെ സസ്പെൻസ് പൊളിഞ്ഞു പോകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നിഴൽ, തോന്നൽ എന്നീ വാക്കുകൾ, ഫിക്ഷൻ എന്ന് പറയുന്നത് ഒരു വലിയ തോന്നലാണ്, പക്ഷേ വലിയ യാഥാർത്ഥ്യങ്ങളെ അത് കൊണ്ടുവരുന്നു. കുമാരനാശാനിലേക്ക്, പ്രേം നസീറിലേക്ക്, മലയാള സിനിമയിലേക്ക്, മലയാളിയുടെ പ്രണയത്തിൻ്റെയും ആത്മീയതയുടെയും ആന്തരിക മനോഘടനകളിലേക്കൊക്കെ സഞ്ചാരം ചെയ്യുന്ന നോവൽ എന്നുള്ള നിലയ്ക്ക് ആനന്ദലീല വലിയ രീതിയിൽ വായനക്കാരിലേക്ക് എത്തട്ടെ. മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സലീൽ മാങ്കുഴിയുടെ ആനന്ദലീല എന്ന നോവലിൻ്റെ വില 190 രൂപയാണ്. സലീൽ മാങ്കുഴി, വളരെയധികം നന്ദി, സന്തോഷം ഈ നിമിഷങ്ങളിൽ ഈ നോവലിനെ കുറിച്ച് ഇങ്ങനെ നമ്മോട് സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്.